Hi Carrots, Jay and welcome back to my channel. കേഡറ്റ്സ് നിങ്ങളും 10ാം ക്ലാസ്സും പ്ലസ് ടുവും പാസ്സായ ഒരു കേഡറ്റ് ആണോ എങ്കിൽ ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ ആകാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. റിട്ടേൺ എക്സാം എഴുതാതെ തന്നെ നിങ്ങൾക്ക് ഓഫീസർ ആവാൻ പറ്റുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ ആർമിയിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് TS56 എൻട്രി. TS എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക്കൽ എൻട്രി സ്കീം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. TSന്റെ 56ന്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടീസ് ആണ്. ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോം ഫില്ലിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ആകുന്നത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, ഏജ് ലിമിറ്റ്, എല്ലാ കാര്യങ്ങളും അറിയാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. നിങ്ങളും ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫുൾ കണ്ടിരിക്കണം. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, ഞാൻ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞു റിട്ടേൺ എക്സാം എഴുതണ്ട എന്ന്. റിട്ടേൺ എക്സാം എഴുതണ്ട എങ്കിൽ വേറെ ഏതെങ്കിലും സെലക്ഷൻ പ്രോസസ്സ് ഇതിനകത്തുണ്ടോ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിന്റെയും ഓഫീസർ റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ആ ഒരു ഷോർട്ട് നോട്ടീസ് ആണ്. കുട്ടികളെ, ഇതാണ് ഷോർട്ട് നോട്ടീസ്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ ആകാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എൻട്രിയുടെ കാര്യം. എൻട്രി ഏതാണ്? TS എൻട്രി ആണ്. ഏതാണ് കുട്ടികളെ? ഇത് TES എൻട്രി ആണ്. TS56 എൻട്രി ആണ്. ഇനി ഈ ഒരു ബാച്ച് ട്രെയിനിങ്ങിന് പോകാൻ പോകുന്ന എപ്പോഴാണ്? 2027 ജനുവരിയിലായിരിക്കും ട്രെയിനിങ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. വിത്തിൻ 6 to 7 മന്തിനുള്ളിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ ആകാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ? സെലക്ഷൻ പ്രോസസ്സും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. ഫോം ഫില്ലിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് May 13 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് June 12 ആണ്. May 13 ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ കുട്ടികളെ നോക്കൂ, 16.5 ഇയേഴ്സ് ടു 19.5 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേട്ടോ കുട്ടികളെ, ഇതിനിടയിൽ നിങ്ങളുടെ ഏജ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത് May 13 ആണ്. ലാസ്റ്റ് ഡേറ്റ് June 12 ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ച്. അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം, നിങ്ങൾ അൺമാരീഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 10ാം ക്ലാസ് പാസ്സായിരിക്കണം, പ്ലസ് ടു പാസ്സായിരിക്കണം. പ്ലസ് ടുവിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം. നോക്കൂ കുട്ടികളെ, എന്താണ് ഫിസിക്സിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് നോട്ടീസിൽ. നോക്കൂ, പ്ലസ് ടുവിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് ഫിസിക്സ് ഉണ്ടായിരിക്കണം, കെമിസ്ട്രി ഉണ്ടായിരിക്കണം, മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് എത്ര ഉണ്ടായിരിക്കണം? 60% മാർക്കും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതോടൊപ്പം വേറൊരു ക്രൈറ്റീരിയ കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതനുസരിച്ചിട്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി 2026 നിങ്ങൾ JEE അറ്റൻഡ് ചെയ്ത ഒരു കേഡറ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. JEE മെയിൻസ് അറ്റൻഡ് ചെയ്തൊരു കേഡറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ JEE മെയിൻസിൽ നിങ്ങൾക്ക് അപ് ടു 3 lakhs റാങ്കും ഉണ്ടായിരിക്കണം. ഇനി ഷോർട്ട് ലിസ്റ്റ് ഇടുന്ന ആരാണ്? ഇന്ത്യൻ ആർമിയാണ് ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത്. ചില സമയത്ത് ഈ ഒരു TS എൻട്രിക്കകത്ത് 1.75 lakh ഉള്ള കുട്ടികളെ വരെ എന്താണ് ഷോർട്ട് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചില സമയത്ത് 2 lakhs, ചിലപ്പോൾ 2.5 lakhs. എന്നാലും 3 lakhs വരെ നിങ്ങൾക്ക് റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ PCM പഠിച്ച ഒരു കേഡറ്റ് ആയിരിക്കണം, 60% അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 2026 ഇപ്പോൾ കഴിഞ്ഞ JEE മെയിൻ അറ്റൻഡ് ചെയ്തൊരു കേഡറ്റ് ആയിരിക്കണം. അതിനകത്ത് നിങ്ങൾക്ക് അപ് ടു 3 lakhs ഒരു റാങ്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ? നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഏത് റാങ്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം അതിനകത്ത് വേരിയേഷൻ വരുന്നതാണ് എല്ലാ തവണയും. അതിനുശേഷം ഇന്ത്യൻ ആർമി എന്ത് ചെയ്യും? ഷോർട്ട് ലിസ്റ്റ് ഇടും. ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നെയാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ആകുന്നത്. അതിനുശേഷം ഡയറക്റ്റ് SSB ആണ്. 5 ദിവസത്തെ SSB ആണ്. SSB പാസ്സായാൽ പിന്നെ നിങ്ങളുടെ മെഡിക്കലാണ്. എന്താണ് കുട്ടികളെ? ആദ്യം ഷോർട്ട് ലിസ്റ്റ് വരും. അതിനുശേഷം നെക്സ്റ്റ് ആണ് SSB ക്ലിയർ ചെയ്താൽ പിന്നെ നിങ്ങളുടെ മെഡിക്കലാണ്. മെഡിക്കൽ ക്ലിയർ ചെയ്താൽ പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. മനസ്സിലായ കുട്ടികളെ? ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന്. ഇതിൻ്റെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളെയും കറക്റ്റ് ടൈമിൽ എല്ലാ അപ്ഡേറ്റും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ആർമി, നേവി, എയർഫോഴ്സ്, അതേപോലെ തന്നെ SSC, GD, പാരാമിലിറ്ററിയിലെ മറ്റ് ഫോഴ്സിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസ് ഇടുന്നുണ്ട്. ഇനി മുതൽ അങ്ങോട്ട് ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും ഓഫീസേഴ്സ് എൻട്രീസിൻ്റെ വീഡിയോസ് കൂടി ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന്.
വീഡിയോസാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും ഓഫീസേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ലഭിക്കുന്നതായിരിക്കും. ഫോളോ ചെയ്യുക. നമ്മൾ പരമാവധി ട്രൈ ചെയ്യുന്നതായിരിക്കും വീഡിയോസ് നിങ്ങളുടെ കയ്യിലെത്താനായിട്ട്. ക്ലിയർ? അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ അവസാനം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ആ നമ്പർ. ഒന്നുകൂടി ഞാൻ അവസാനം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു നമ്പറിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം. ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് ചാനലിലെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാണുന്ന കേഡറ്റ്സ് 2026 നേവി SSR MRനും ആർമി GDക്കും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ, ഇതിനുകൂടി നിങ്ങൾ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ആർമിയുടെ കാര്യം പറഞ്ഞാൽ എല്ലാ ട്രേഡിംഗ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നേവിയുടെ കാര്യം പറഞ്ഞാൽ എല്ലാ ട്രേഡിംഗ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഫിസിക്കൽ ട്രേഡിംഗും ഇവിടെ അവൈലബിൾ ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.